അധ്യായം 64 സൂറത്ത് തആബുൻ. മദീനയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 18. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശഭൂമികളിലുള്ളവയെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അവനാണ് രാജ്യത്വം, അവനാണ് സ്തുതിയും, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. هو الذي خلقكم فمنكم كافر ومنكم مؤمن والله بما تعملون بصير. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, എന്നിട്ട് നിങ്ങളിൽ സത്യനിഷേധികളും സത്യവിശ്വാസികളുമുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നവൻ അല്ലാഹുവാണ്. خلق السماوات والأرض بالحق وصوركم فأحسن صوركم وإليه المصير. അവൻ ആകാശഭൂമികളെ മുറപ്രകാരം സൃഷ്ടിച്ചു. അവൻ നിങ്ങളെ രൂപപ്പെടുത്തുകയും അങ്ങനെ നിങ്ങളുടെ രൂപങ്ങളെ നന്നാക്കുകയും ചെയ്തു. അവങ്കലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം. يعلم ما في السماوات والأرض ويعلم ما تسرون وما تعلنون والله عليم بذات الصدور. ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ അറിയുന്നുണ്ട്. നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അവൻ അറിയുന്നു. ഹൃദയങ്ങളിലുള്ളതിനെപ്പറ്റി അല്ലാഹു നല്ലതുപോലെ അറിയുന്നതാണ്. ألم يأتكم نبأ الذين كفروا من قبل فذاقوا وبال أمرهم ولهم عذاب أليم. നിങ്ങൾക്ക് മുമ്പ് സത്യം നിഷേധിച്ചവരുടെ വർത്തമാനം നിങ്ങൾക്ക് വന്നിട്ടില്ലേ? എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങളുടെ ദുരന്തഫലം അവർ ആസ്വദിച്ചു. അവർക്ക് പരലോകത്ത് വേദനാജനകമായ ശിക്ഷയുണ്ട്. ذلك بأنه كانت تأتيهم رسلهم بالبينات فقالوا أبشر يهدوننا فكفروا وتولوا واستغنى الله والله غني حميد. അതിന് കാരണം ഇതാണ്: അവരുടെ റസൂലുകൾ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അവരുടെ അടുത്ത് ചെന്നിരുന്നു. അപ്പോൾ മനുഷ്യരാണോ നമുക്ക് മാർഗദർശനം ചെയ്യുന്നത് എന്നവർ ചോദിച്ചു. അങ്ങനെ അവർ സത്യം നിഷേധിക്കുകയും തിരിഞ്ഞുകളയുകയും ചെയ്തു. അല്ലാഹു അവരിൽ നിന്നും നിരാശ്രയത്വം വെളിപ്പെടുത്തുകയും ചെയ്തു. അല്ലാഹു നിരാശ്രയനും സ്തുത്യർഹനുമാകുന്നു. زعم الذين كفروا أن لن يبعثوا قل بلى وربي لتبعثن ثم لتنبؤن بما عملتم وذلك على الله يسير. സത്യനിഷേധികൾ ജൽപ്പിക്കുന്നു, തങ്ങൾ മരണാനന്തരം പുനരുജ്ജീവിപ്പിക്കപ്പെടുകയില്ലെന്ന്. നബിയെ പറയുക, അതെ, എന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. നിങ്ങൾ മരണാനന്തരം ജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി നിങ്ങൾക്ക് വിവരം നൽകപ്പെടുന്നതാണ്. അത് അല്ലാഹുവിന് എളുപ്പമുള്ള കാര്യമാകുന്നു. فآمنوا بالله ورسوله والنور الذي أنزلنا والله بما تعملون خبير. അതുകൊണ്ട് അല്ലാഹുവിലും അവന്റെ ദൂതനിലും നാം ഇറക്കിയ പ്രകാശത്തിലും നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലാഹു. يوم يجمعكم ليوم الجمع ذلك يوم التغابن ومن يؤمن بالله ويعمل صالحا يكفر عنه سيئاته ويدخله جنات تجري من تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم.
ആ സമ്മേളന നാളിലേക്ക് അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തെ ഓർക്കുക. അത് നഷ്ടം വെളിപ്പെടുന്ന ദിവസമാണ്. ആർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യുന്നുവോ അവരുടെ പാപങ്ങളെ അവൻ പൊറുക്കുന്നതാണ്. താഴ്ഭാഗങ്ങളിൽ കൂടി നദികൾ ഒഴുകുന്ന സ്വർഗ്ഗങ്ങളിൽ അവനവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അവരതിൽ എന്നെന്നും സ്ഥിരവാസികളായിരിക്കും. അത് മഹത്തായ വിജയം തന്നെയാകുന്നു. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار خالدين فيها وبئس المصير. സത്യം നിഷേധിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കള്ളമാക്കുകയും ചെയ്യുന്നവരാകട്ടെ അവർ നരകക്കാരാണ്. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. തിരിച്ചെത്തുന്ന ആ സ്ഥാനം വളരെ ചീത്തയായത് തന്നെ. മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇذനില്ലാഹ് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. യാതൊരു വിപത്തും അള്ളാഹുവിന്റെ ഉദ്ദേശം കൂടാതെ ബാധിക്കുകയില്ല. ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിച്ചാൽ അവന്റെ ഹൃദയത്തിന് അവൻ മാർഗദർശനം നൽകും. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു നന്നായി അറിയുന്നവനാണ്. വഅതീഉ അല്ലാഹ വഅതീഉ റസൂൽ ഫഇൻ തവല്ലൈതും ഫഇന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ. അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ റസൂലിന്റെ ബാധ്യത വ്യക്തമായ പ്രബോധനം മാത്രമാകുന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വഅല അല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അള്ളാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല. സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും وَإِن تَعْفُوا وَتَصْفَحُوا وَتَغْفِرُوا فَإِنَّ اللَّهَ غَفُورٌ رَّحِيمٌ. സത്യവിശ്വാസികളെ, തീർച്ചയായും നിങ്ങളുടെ ഇണകളിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. അതിനാൽ അവരെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ മാപ്പ് ചെയ്യുകയും വിട്ടുകൊടുക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും പരീക്ഷണം മാത്രമാണ്. അല്ലാഹുവാകട്ടെ അവന്റെ പക്കൽ മഹത്തായ പ്രതിഫലമുണ്ട്. فاتقوا الله ما استطعتم واسمعوا وأطيعوا وأنفقوا خيرا لأنفسكم ومن يوق شح نفسه فأولئك هم المفلحون. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയും വിധം അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും നിങ്ങൾക്ക് തന്നെ ഗുണപരമായ രീതിയിൽ ധനം ചെലവഴിക്കുകയും ചെയ്യുക. ആര് തന്റെ മനസ്സിന്റെ ആർത്തിയിൽ നിന്ന് സുരക്ഷിതനാക്കപ്പെടുന്നുവോ അവർ തന്നെയാണ് വിജയികൾ. إن تقرضوا الله قرضا حسنا يضاعفه لكم ويغفر لكم والله شكور حليم. അള്ളാഹുവിന് നിങ്ങൾ നല്ല കടം കൊടുക്കുന്നുവെങ്കിൽ അവൻ നിങ്ങൾക്കത് ഇരട്ടിപ്പിച്ചു തരുന്നതും നിങ്ങൾക്കവൻ പുറത്തു തരുന്നതുമാണ്. അള്ളാഹു ഏറ്റവും നന്ദി സ്വീകരിക്കുന്നവനും സഹനശീലനുമാണ്. ആലിമുൽ ഗൈബി വശ്ശഹാദത്തിൽ അസീസുൽ ഹകീം. അവൻ അദൃശ്യവും ദൃശ്യവും അറിയുന്നവനും പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു.